ഒരുപാട് പേരെ സംശയമാണ് ഈ ബഹർ പാടണോ വേണ്ടയോ, ബഹർ പറഞ്ഞാൽ മതിയോ, അങ്ങനെ ഒരുപാട് ഭയങ്കര സംശയങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത്. ഈ കവിതേൻ്റെ മുന്നിൽ മുഖദ്ദിമ പറയണമെന്ന് തന്നെ നിർബന്ധമില്ല, ബഹർ പറയണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ കവിത അങ്ങനെ പാടിയാൽ മതി. പിന്നെ പക്ഷേ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ കയറുമ്പോൾ സലാം പറയുന്നില്ലേ, എന്നതുപോലെ ഒരു കവിതയ്ക്ക് എഴുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുത്തുമ്പോൾ അത് ഇന്ന കവിത ഇന്ന വിഷയമാണെന്ന് പറയുമ്പോൾ, അത് ഇന്ന് ബഹറാണെന്ന് പറയുമ്പോൾ ഒരു സുഖം അത്രയാണ്. അതിൽ പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. ഇപ്പോൾ കാമിലാണെങ്കിലും ശരി, പിന്നെ മുത്തക്കാരിബാണെങ്കിലും ഫി ബഹറിൽ മുത്തക്കാരിബ് എന്ന് പറഞ്ഞാൽ മതി. കാരണം വീണ്ടും ഫോയിലും പാടണമെന്നോ അല്ലെങ്കിൽ മുത്തഫായിൽ പാടണം നിർബന്ധമില്ല. കാരണം കവിത ഇപ്പോൾ എൻ്റെലും കവിത, സദാദ മാഷിൻ്റെ എൻ്റെലും കവിതയിലാണെങ്കിൽ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്ന സമയത്ത് കറക്റ്റ് സമയം ഏകദേശം ഒരു 4 മിനിറ്റും ഒരു 45 സെക്കൻഡ് 50 സെക്കൻഡിൽ നമ്മൾ കവിത ആ ഒരു താളത്തിൽ പാടിയിട്ട് പിന്നെ പൂർത്തീകരിക്കുക. അപ്പോൾ അതേ താളത്തിൽ പാടുന്ന കുട്ടികൾക്ക് 4 മിനിറ്റും 50 സെക്കൻഡ് കൊണ്ട് കവിത പൂർത്തിയാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചില കുട്ടികൾക്ക് പിന്നെ ഈ ചിലപ്പോൾ അടുത്തൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായി, മാഷെ ഞാൻ കവിത ഞാൻ നിർത്തുമ്പോൾ അവസാനം ലാസ്റ്റ് നിമിഷം നിർത്തുമ്പോഴത്തേക്ക് ചുവന്ന ബൾബ് കത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് സമ്മാനം പോയെന്നൊരു കൺഫ്യൂഷൻ. ശരിക്കും നിങ്ങൾ അങ്ങനെ ഉണ്ടാവാണ്ട് നിങ്ങൾ ആദ്യത്തെ ബഹർ പാടണ്ട. നിങ്ങളിപ്പോൾ മുഖദ്ദിമ പറഞ്ഞിട്ട് ഫി ബഹറിൽ കാമിൽ എന്ന് പറഞ്ഞാൽ മതി, അല്ല ഫി ബഹറിൽ മുത്തക്കാരിബ് എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കോ. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കവിതയിൽ തുടങ്ങിക്കോ. നിങ്ങൾ ബഹർ പാടിയിട്ട് നിങ്ങൾ ആ ഒരു 10-20 സെക്കൻഡ് കളയണമെന്നില്ല. അപ്പോൾ ചില കവിതകൾ എന്താകും ഒരു 3.5 മിനിറ്റൊക്കെ ഉണ്ടാകുക ചില കവിത. അങ്ങനെയുള്ള ആൾക്കാർ സുഖമായിട്ട് നീട്ടി പാടിക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കവിതയുടെ ബഹർ പാടണം എന്ന് ഒരു നിർബന്ധമില്ല. ഇനി മുഖദ്ദിമ പറയണം തന്നെ നിർബന്ധമില്ല. നിങ്ങൾ കവിതയിലേക്ക് നേരിട്ട് പാടാം. പിന്നെ ഈ കവിതയുടെ പിന്നെ സ്റ്റാർട്ടിങ് പറയുക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു എഴുതിയ കവിയോടുള്ള ഒരു ആൾക്കാരൊന്ന് പരിചയപ്പെടുത്തിയ ബഹറൊന്ന് പറയുക. അതുപോലെ തന്നെ വിഷയമൊന്ന് എന്താണെന്ന് ജസ്റ്റ് ഒരു ലൈനിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 2 ലൈനിൽ പറഞ്ഞാൽ മതി. അതിനായിട്ട് സമയം കളയൊന്നും വേണ്ട. ഇനിയിപ്പോൾ പാടാനുള്ള കവിതയുടെ വരി തന്നെ 5 മിനിറ്റ് ഉണ്ടെങ്കിൽ അതും പറയണ്ട. ഇനിയിപ്പോൾ ഒരു 3.5 മിനിറ്റേ ഉള്ളൂ, കുറച്ച് സമയം നീട്ടാൻ വേണ്ടി അതൊക്കെ പറഞ്ഞോ. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സമയം അധികമായി പോകും, അപ്പോൾ നിങ്ങൾ ബഹർ ഒഴിവാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതുകൊണ്ട് ബഹർ പാടണം എന്ന് ഒരു നിർബന്ധമില്ല, മുഖദ്ദിമ പറയണം ഒരു നിർബന്ധമില്ല. കവിത നിങ്ങൾ ഒരു 5 മിനിറ്റിനുള്ളിൽ പാടി തീർത്താൽ മതി. ഓക്കെ. വേണ്ടത് പരമാവധി സമയത്ത് 4.5 മിനിറ്റൊക്കെ പാടുമ്പോൾ കുറച്ചും കൂടി നല്ല ആസ്വാദനത്തോടെ 4.5 മിനിറ്റ് 4.25 മിനിറ്റൊക്കെ പാടുന്ന കുട്ടികളുണ്ട്. 5 മിനിറ്റിൻ്റെ അടുത്ത് പാടുന്ന കുട്ടികളുണ്ട്. ചിലപ്പം ചെറിയ കവിത ആവണ്ട എന്ന രീതിയിൽ മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴത്തെ കവിതയൊക്കെ പൊതുവെ ഏകദേശം 4.5 മിനിറ്റോളം ഉണ്ടാവും. അപ്പോൾ മുഖദ്ദിമ അതുപോലെ ബഹർ പാടുക ഒന്നും നിർബന്ധമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് കുട്ടികളുടെ പ്രൈസൊന്നും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല.